നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 5-ാം തീയതി, 1200 ആണ്ട് മിഥുന മാസം 21-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രത്തിൽ പെടുന്നതാണ് ചോതി നക്ഷത്രം. പക്ഷെ ഇന്നത്തെ ദിവസം ശുഭമല്ല. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനി പതുക്കെ പോവുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇഴച്ചിലുണ്ടാവും. അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ ശ്രദ്ധിച്ചോളുക. നമ്മൾ പോകുന്ന കാര്യങ്ങൾ മന്ദഗതിയിലേ നടക്കുകയുള്ളൂ, കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആവില്ല എന്ന് കണ്ട് തന്നെ പോകണം. അപ്പോൾ നമുക്ക് വിഷമമൊന്നും വരില്ല. എന്ത് പോയി നടന്നില്ലെങ്കിലും വലിയ വിഷമമൊന്നും വരത്തില്ല. ഒരിക്കൽ പോവേണ്ടത് നമ്മളെ 3 പ്രാവശ്യം നടത്തിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. അതുകൊണ്ടാണ് ശുഭകാര്യങ്ങൾ ചെയ്താൽ അത് മന്ദീഭവിച്ചു പോവും, അത് വഴിയിലായി പോവും. അതുപോലെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മിഥുന മാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു വർഷത്തെ ഫലമാണ് ജനിക്കുന്ന കാര്യവിഘ്നം, എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം, ശാരീരിക ബുദ്ധിമുട്ട്. ശനി എപ്പോഴും രോഗകാരകനാണ്. നമ്മളെ തന്നെ ഇങ്ങനെ മുന്നോട്ട് ഗമിക്കാൻ സമ്മതിക്കില്ല. നമുക്കതിങ്ങനെ പല രീതിയിൽ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശാരീരികമായി ബാധിക്കും, മാനസിക അസ്വസ്ഥതകളുണ്ടാവും. അതുപോലെ തടസ്സമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സാമ്പത്തിക നഷ്ടത്തിന് ഒപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാകത്തില്ല. അതൊക്കെ കൊണ്ട് ശനിയെ വളരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം. ശനിയുടെ ദേവൻ അല്ലെങ്കിൽ ശനിയുടെ ദോഷത്തെ അതിജീവിക്കാൻ ധർമ്മശാസ്താവിനെ ശക്തിയുള്ളൂ. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം. അതേപോലെ സൂര്യഭഗവാനെ തൊഴണം. ശനീശ്വര യന്ത്രം അസുഖമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ നമുക്കെപ്പോഴും ധന്വന്തരി ശരിക്കും ആരോഗ്യത്തെയും നമ്മൾ നല്ല ആക്റ്റീവാക്കി എപ്പോഴും നമ്മളെ വയ്ക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. കലണ്ടറിൽ രാവുകാലം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം വരുന്നത് 9 മണി 21 മിനിറ്റ് തൊട്ട് 10 മണി 56 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭയാത്രയ്ക്കും എടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാത്ത 2 സമയങ്ങളാണ് ഗുളികകാലവും യമകണ്ഠ കാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 6:12 തൊട്ട് 7:46 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 2:03 തൊട്ട് 3 മണി 36 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഈ സമയവും പകൽ സമയമാണ്. അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:05 തൊട്ട് 12 മണി 53 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ചാൽ 44 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശരിക്ക് ബ്ലാക്ക് കളറോ നീല കളറിലോ ഉള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വരുത്താനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.